ഇനിയിപ്പം എത്ര തിരികെത്തി ചോദിച്ചിട്ടും ഒരു കാര്യമില്ല. അമ്മാതിരി മണമായി അടുക്കളയിൽ. പക്ഷേ മുടിഞ്ഞ ടേസ്റ്റാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കി പോകും. നമ്മൾ ഉണക്ക സ്രാവിൻ്റെ കാര്യമായി പറഞ്ഞ കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പം ഞങ്ങളുടെ അത്തിക്കത്തെ മാർക്കറ്റിലെ കടയിൽ നിന്ന് കുറച്ച് ഉണക്ക സ്രാവ് മേടിച്ചായിരുന്നു. ഒടുക്കത്തെ ടേസ്റ്റാണ്. പക്ഷേ ഈ വീട് മൊത്തം നാറും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കഴിക്കും. ഈ മണമൊന്നും മാറാമിനെ കൊണ്ട് ഞാൻ എയർ ഫ്രയറിനകത്തൊന്നും ട്രൈ ചെയ്തു. കാര്യമില്ല, എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും എയർ ഫ്രയറിനൊന്നും തരാൻ പറ്റത്തില്ല. സ്രാവ് മാത്രമല്ല കേട്ടോ, നല്ല ഉണക്ക കുറിച്ചിയും കൊണ്ടുവന്നിട്ടുണ്ടേ, കാണിക്കാമേ. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉച്ചയാകുമ്പോഴത്തേക്ക് സ്കൂളിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ മീനൊക്കെ വറക്കുന്ന മണവും അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം കേട്ടോ. അപ്പോഴാണെങ്കിൽ ഈ ഉണക്കമീൻ വറക്കുന്ന ദിവസം ഉണ്ടല്ലോ, ഭയങ്കര മണമായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞ സ്ഥിരം ഡയലോഗായിരുന്നേ, ഇച്ചിരി ചോറിങ് എടുത്തു കഴിഞ്ഞാൽ ആ മണം പിടിച്ചിട്ട് കൊണ്ടാവുന്നത്. സത്യമാണ് കേട്ടോ. നല്ല ഉണക്ക കുറിച്ചിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ സ്രാവ് ഐറ്റം ഉണ്ട്. നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും വില അറിയത്തില്ല. നാട്ടിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ വിലയും രുചിയൊക്കെ നാക്കിലോട്ട് തേടി ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. നാട്ടിൽ നിന്ന് ഇതൊക്കെ കെട്ടിച്ചോന്ന് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഇതങ്ങോട്ട് തീർന്നു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണേ. അപ്പോൾ സ്രാവൊന്ന് മുറിച്ചിട്ട് ആ ഉപ്പൊന്ന് കുറയാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഒരു 2-3 വട്ടം വെള്ളം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അത്രയും കൂടെ ഉപ്പൊന്ന് കുറഞ്ഞു കിട്ടുവേ. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കേൾക്കുന്നവർ ചിലപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ പൊങ്കാലയിടും. കാരണം ഇതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. മീനിൻ്റെ ഉപ്പൊക്കെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വിനീഗറും കൂടെ തേച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അങ്ങ് പിടിക്കും. പിന്നെ നമ്മുടെ എണ്ണ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി കേട്ടോ. ബ്ലഡ് പ്രഷറിൻ്റെ അസ്കിതയൊക്കെ ഉള്ളവർ അധികം കൊണ്ട് കുത്തിക്കേട്ടുണ്ട് കേട്ടോ. എനിക്കും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാറുള്ളൂ. എനിക്ക് പിന്നെ എൻ്റെ അമ്മയുടെ വൈദ്യം വെച്ച വഴിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ബ്ലഡ് പ്രഷറെ, പാരമ്പര്യമാണ്. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ഉണക്കമീൻ ഇരിപ്പുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ സന്തോഷം. കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. നമുക്കൊരിതും കൂട്ടാനൊന്നും വേണ്ടെന്നേ, ഇതൊക്കെ തന്നെ ധാരാളം. അപ്പം ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.